ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയരായ കർത്തൃ ശുശ്രൂഷകന്മാർക്കും കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. തീ കത്തുക, സ്വർഗീയ തീ നമ്മുടെ ഉള്ളിൽ കത്തുക. നാം തനിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും തീയുടെ അനുഭവം കിട്ടില്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല. എന്നാൽ നാം ഒരുമിച്ച് വന്ന് ചേർന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന തീ, അത് ആളിക്കത്തുന്ന തീയുടെ അനുഭവമാണ്. പത്രോസ്ലീഹയുടെ ജീവിതത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. തള്ളിപ്പറഞ്ഞു പോയ പത്രോസ്ലീഹ, ഒരിക്കലും തള്ളിപ്പറയരുതായിരുന്നു പത്രോസ്ലീഹ. എന്നാൽ അനേകം അനുഭവങ്ങളിലൂടെ പത്രോസ്ലീഹ കടന്നുപോയി. പത്രോസ്ലീഹയുടെ ജീവിതത്തിൻ്റെ വീഴ്ചയുടെ 7 പടികൾ പത്രോസ്ലീഹ സ്വയത്തിൽ ആശ്രയിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ ഇടയനെ വെട്ടും, നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും മുന്നറിയിപ്പുകൾ കൊടുത്തു. പത്രോസ്ലീഹ ഒരു എടുത്തിയാടി വേഗം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടുപോകും, എല്ലാവരും എങ്കിൽ ഇടറുമെന്ന് പറഞ്ഞു. പത്രോസ്ലീഹ ചാടി പറഞ്ഞു, ആരെല്ലാം ഇടറിയാലും, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം വിട്ടുപോയാലും ഞാൻ മാത്രം തള്ളിപ്പറയില്ല. ഒരിക്കലും പത്രോസ്ലീഹ അങ്ങനെ പറയരുതായിരുന്നു. നമ്മുടെ ജീവിതത്തിലും തീരുമാനങ്ങൾ എടുക്കേണ്ടെന്നല്ല, ഒരിക്കലും ഞാൻ തനിയെ നിൽക്കുമെന്ന് ആരും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്ന്. ഇന്നുവരെ ഞാൻ നിന്നോ? ദൈവത്തിൻ്റെ അത്ഭുത കരുണയാണ്. ഇന്നുവരെ ഏതെങ്കിലും പ്രകടമായ പാപത്തിലേക്ക് പോകാനിടയായില്ലേ? ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹമാണ്. ഇന്നുവരെ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ശരിയായി ഏതെങ്കിലും കാര്യം ചെയ്യാൻ കഴിഞ്ഞോ? ദൈവത്തിൻ്റെ അത്ഭുത കൃപയാണ്. നിൽക്കുന്നതെന്ന് തോന്നാൻ പാടില്ല. നിൽക്കുന്നതെന്ന് തോന്നിയാലോ വീണു കഴിഞ്ഞു. നിൽക്കുന്നതെന്ന് തോന്നാൻ പാടില്ല. എല്ലാം കൃപ എന്ന് ഓർത്തുകൊള്ളണം. എൻ്റെ സ്വന്തം ശക്തിയിൽ ഞാൻ നിൽക്കും, ആരും പറയാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ചലനം എന്തെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവർ പറയുകയില്ല, കർത്താവേ അവിടുത്തെ കരുണയാൽ എന്നെ നിലനിർത്തണമേ എന്നുള്ള ആശ്രയബോധത്തോടുള്ള പ്രാർത്ഥന. അതാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. എൻ്റെ സ്വന്തം ശക്തിയിൽ ഞാൻ നിൽക്കും പറയരുത്. അപ്പോസ്തലൻ പറഞ്ഞില്ലേ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്തു പോകുന്നു. പിന്നീടും പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്തിനാണ് അപ്പോസ്തലൻ അങ്ങനെ പറയുന്നത്? എത്ര ഉന്നത നിലവാരം പുലർത്തിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. നടന്നു പോകുമ്പോൾ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ താഴേക്ക് വീണു, ഉറക്കം തൂങ്ങി താഴേക്ക് വീണു, മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണു, മരിച്ചു. അവിടെ തന്നെ എടുത്തുകൊണ്ട് വന്നു. മരിച്ചയാളെ ഉയർപ്പിച്ച വ്യക്തിയായിരുന്നു അപ്പോസ്തലൻ. എന്നാൽ അപ്പോസ്തലൻ എന്നും എളിമയുള്ളവനായിരുന്നു. തിമോഥെയോസിലെ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോസ്തലൻ പറയുകയാണ്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും, അത് വിശ്വസിക്കേണ്ടതാണ്, എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ എന്നാണ് അപ്പോസ്തലൻ അത് പറയുന്നത്. എത്രയോ കാലം കഴിഞ്ഞാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒന്ന് വായിക്കാം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ക്രിസ്തുയേശു ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും, അത് വിശ്വസിക്കേണ്ടതാണ്, എല്ലാവരും അംഗീകരിപ്പാൻ തക്കവുമായ യോഗ്യവുമായ വചനം തന്നെ. തൊട്ടടുത്ത വാക്ക് എന്താണ്? ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് ഒരു പാപബോധം ലഭിക്കുക. ഞാനൊരു പാപിയാണെന്നുള്ള ചിന്ത. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകണമെങ്കിൽ,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ എല്ലാം കറകളും കഴുകി കത്തിച്ച് നിങ്ങളെ ശരിയായിട്ട് ആത്മാവിൽ നടത്തണമെങ്കിൽ ഒരു തകർന്ന ഹൃദയം, ഒരു നുറുങ്ങിയ ഹൃദയം, പഴയകാലങ്ങൾ മറന്നു പോകാത്ത അനുഭവം, വെട്ടിയെടുത്ത പാറ, കുഴിച്ചെടുത്ത ഖനിഗർഭം. ഒരു നോട്ടീസ് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു, കേവലം ഒരു നോട്ടീസ്. മരിച്ചാൽ മതിയെന്നോർത്ത് നിരാശപ്പെട്ട് 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച് എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ചിരുന്ന എൻ്റെ അമ്മയ്ക്ക് അന്നൊരു പിടിവള്ളി പോലെ ഒരു നോട്ടീസ് കൊണ്ടു കൊടുത്തു. ദൈവ വേല ചെയ്യുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഓരോന്നിനും പ്രതിഫലമുണ്ട്. ഞാൻ നിസ്സാരനായിരുന്നല്ലോ. എനിക്ക് ദൈവമക്കളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ വലിയ വലിയ ജ്ഞാനമുള്ള പ്രസംഗത്തെക്കാൾ എൻ്റെ മനസ്സിന് മധുരമാണ് അങ്ങനെ കേൾക്കുന്ന വാക്കുകൾ. ഞാൻ അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കും. ഭീരുവായ മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കി തീർത്തത് യേശുക്രിസ്തുവാണ്. ഈ തിരുവചനം കേൾക്കാൻ എനിക്കിടയായി. അതാണ് എൻ്റെ ജീവിതത്തിൽ മുഴുവൻ അഭിവൃദ്ധിക്കും കാരണം. എനിക്ക് നന്ദിയുണ്ട്. ഞാൻ നല്ലവനാണ്, നല്ല നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളം തകരുന്നു. എൻ്റെ യേശുവേ എന്ന് ഞാൻ വിളിച്ച എത്രയോ കാലങ്ങളുണ്ട്. ആരോരും തുണയില്ലാതിരുന്ന കാലം. ഞാനതൊന്നും ദീർഘിപ്പിച്ച് പറയാനല്ല. എന്നാൽ അന്ന് എന്നെ കൈവെള്ളയിലെടുത്ത് കൊണ്ടിടുന്ന ദൈവം, അന്ന് ആരോരുമില്ലാത്തവനായി ഏകനായി ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. അന്ന് എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന് അനേകർ പല രീതിയിലുള്ള കിംവദന്തികൾ പറഞ്ഞു വരുത്തിയപ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ശക്തമായി സംസാരിച്ചതാണെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇന്നെനിക്കറിയാം. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിസ്സാരനായ, പാപിയായ, ഏതുമില്ലാത്തവനായ എന്നോട് സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? വ്യക്തമായിട്ടാണ് സംസാരിച്ചത്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും, ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം പരമേൽപ്പിക്കുക എത്ര ചെയ്തത്. എൻ്റെ നാഥൻ കുറ്റമൊന്നും ചെയ്തിട്ടല്ല. അവിടുന്ന് ഒരു പാപവും ചെയ്തില്ല. അവിടുന്ന് ഒരു ദോഷവും ചെയ്തില്ല. എന്നാൽ എൻ്റെ നാഥനെ ശകാരിച്ചു. ഒരക്ഷരം മിണ്ടിയില്ല. ഞാനിന്ന് ക്രൂശിതനായി അങ്ങ് പോവുകയാണ്. ഇന്ന് നിങ്ങൾ എന്നെ ക്രൂശിൽ തൂക്കിയല്ലോ. ഞാൻ ഒരു തെറ്റും ചെയ്യാനിട്ടല്ലേ നിങ്ങൾ എന്നെ ക്രൂശിച്ചത്? ചോദിച്ചില്ല. പറയാമായിരുന്നു. ഞാൻ രാജാതിരാജനായിട്ട് ഒരു ദിവസം വരും. അന്ന് ഞാൻ സ്വർണ്ണ കിരീടം വെച്ചുകൊണ്ട് വരും. അന്ന് എൻ്റെ കൂടെ 10,000 കോടാനുകോടി വിശുദ്ധന്മാരുണ്ടായിരിക്കും, സ്വർഗീയ മാലാഖമാരുണ്ടായിരിക്കും. അതെല്ലാം വേണമെങ്കിൽ പറയാമായിരുന്നു. ഒരക്ഷരം മിണ്ടിയില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും, ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക എത്ര ചെയ്തത്. എൻ്റെ ഉള്ളത്തിൽ നന്ദി. എന്നാൽ ഇന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ജീവനുള്ള ക്രിസ്തു എന്നെ കരങ്ങളിൽ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നെന്ന് ഞാൻ നല്ലതുപോലെ അറിയുന്നുണ്ട്. എല്ലാം അവിടുന്ന് ശരിയായി ചെയ്തു. എൻ്റെ സമർപ്പണം കൊണ്ടല്ല, ഞാൻ നിന്നതുകൊണ്ടല്ല, എൻ്റെ തീരുമാനത്തിൻ്റെ ശക്തി കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടല്ല. ഞാനിതെല്ലാം പറയുന്നത് എൻ്റെ രാജാതിരാജനായ ദൈവവൈതൽ പറഞ്ഞതുപോലെ 10,000 സുന്ദരനായ, വെള്ളോട്ടിന് സദൃശ്യമായ കാലോടുകൂടി ഉള്ളവനായ, അന്തര ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനായ ജീവനുള്ള ക്രിസ്തു കേട്ടുകൊണ്ടിരിക്കുന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട് ദൈവത്തിൻ്റെ തിരുവചനം മാറ്റമില്ലാത്തതാണെന്ന്. തിരുവചനം പറയുകയാണ്, മത്തായി സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യമാണ്. ഒന്ന് വായിക്കാം. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. ആരുടെയെങ്കിലും കുറ്റം പറയാൻ നാവ് പൊങ്ങാൻ തുടങ്ങുമ്പോൾ ചിന്തിച്ചുകൊള്ളണം. നാശം നിങ്ങൾ വിതയ്ക്കുകയാണ്.
നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകളിലേക്കും വിതയ്ക്കുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാരവാക്യനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഞാനും നിങ്ങൾ ഒരു ദിവസം ന്യായാധിപതിയായി ക്രിസ്തുവിൻ്റെ മേൽ പോയി നിൽക്കേണ്ടി വരും. അന്ന് കണക്ക് പറയേണ്ടി വരും. ഒരിക്കലും വേറൊരാളുടെ കുറ്റം പറയരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും കാര്യം ബോധ്യമുള്ളൊരു കാര്യമാണെങ്കിൽ നേരിട്ട് അവരോട് പറയാം, മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. നാം അവരുടെ കുറ്റത്തിനും കൂടെ പങ്കാളികളാകരുത്. എന്താണ് പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ? ഞാൻ നല്ലവനാണെന്ന് പറയാൻ ശ്രമിക്കുകയാണോ? അല്ലാട്ടോ, ഒരിക്കലുമല്ല. ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ സമർപ്പണം കൊണ്ട് അല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാനന്ന് എൻ്റെ ജീവനുള്ള ക്രിസ്തു എൻ്റെ മനസ്സിലേക്ക് ശക്തമായി ചിന്ത തന്നു. എന്താണ്? ഗുരുവിനെ പോലെയാകുന്ന ശിഷ്യന് മതി, യജമാനെ പോലെയാകുന്ന ദാസന് മതി. എൻ്റെ ഗുരു എങ്ങനെയായിരുന്നു? എൻ്റെ യജമാനൻ എങ്ങനെയായിരുന്നു? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല, ഒരു രോമം കത്തിരിക്കുന്നവർ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ നിന്ന് ഒരക്ഷരം മിണ്ടിയില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ നാഥനെ ബേസ്തേബൂലിനെ കൊണ്ട് നിങ്ങൾ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നാഥൻ്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ എന്നെക്കുറിച്ച് അങ്ങനെ പറയും. ഒന്നും ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്തെങ്കിലും ചെയ്തച്ച് പറച്ചിൽ കേൾക്കുന്നതിനകത്ത് കാര്യമില്ല. പിന്നെയോ സ്വന്തക്കാർ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ സ്വന്തക്കാർ പറഞ്ഞു, ബന്ധുമിത്രാദികൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? യവന് പ്രാന്തുണ്ട്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരെക്കുറിച്ചാണ്? ഞാൻ ആദിയും അന്തവുമാകുന്നു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ഒന്നാമത്തവനും ഒടുക്കത്തവനുമാകുന്നു. ജീവൻ്റെ വർഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിലൂടെ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരാണ്? ജീവിത വസ്ത്രം അലക്കിത്തരുന്നവനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇവന് പ്രാന്തുണ്ട്, അവനെ പിടിച്ചു കെട്ടണമെന്ന്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പല വഴികളും കേൾക്കേണ്ടി വരും, സംശയമൊന്നുമില്ല. എന്നാൽ ആരോടും പരാതിയില്ലാത്തൊരു ഹൃദയം കർത്താവ് കേൾക്കുന്നുണ്ടല്ലോ. ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. സങ്കടങ്ങളൊക്കെ ചിലപ്പോൾ വരാറുണ്ട്, പക്ഷെ പരാതിയില്ല ആരോടും പരിഭവമില്ല. ഞാൻ മനുഷ്യർ പറയുന്ന നിസ്സാരവാക്കിനും ന്യായദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരില്ലേ? ആരോടും പരാതിയില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് പരാതി ഉണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരില്ലേ? ഞാൻ ഭയത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? നന്ദിയുള്ളൊരു ഹൃദയം. വെള്ളം പോലെ തുളുമ്പുന്നവരാകരുത്. പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ പത്രോസ്ലീഹ തള്ളിപ്പറയാൻ കാരണമുണ്ട്. 7 പടികൾ. ഒന്ന്, പത്രോസ്ലീഹ തൻ്റെ സ്വയത്തിൽ ആശ്രയിച്ചു. സ്വയത്തിൽ ആശ്രയിക്കുന്ന പ്രകൃതം നാശമാണ്. സ്വയത്തിൽ ആശ്രയിക്കാനിട വരരുത്. പത്രോസ്ലീഹയോട് പറഞ്ഞു, നീ എല്ലാവരും ഇടറുന്ന കൂട്ടത്തിൽ നീ ഇടറും. ഇല്ലില്ല, ഞാൻ ഇടറില്ല. ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറില്ല. ഉടനെ കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു, ഇന്ന് രാത്രി 3 വട്ടം കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. പത്രോസ്ലീഹയ്ക്ക് അറിയാമായിരുന്നു ആരാണ് പറഞ്ഞതെന്ന്. കാരണം പത്രോസ്ലീഹയ്ക്ക് നല്ല വ്യക്തമായി കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരിക്കൽ കർത്താവ് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ ജനങ്ങൾ പറഞ്ഞു, ഏലിയാവാണ്, ചില പ്രവാചകന്മാരിൽ ഒരുവനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞേച്ച് ജനങ്ങൾ എന്നെ ആരെന്ന് പറയുമെന്ന് അറിയാനായിട്ട് കർത്താവ് ചോദിച്ചു. ചിലർ ഏലിയാ പ്രവാചകനെന്നും ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും പറയുമെന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ വ്യക്തമായ മറുപടി വേറെ ആരും പറയുന്നതിന് മുമ്പ് പത്രോസ്ലീഹ എടുത്തിയാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അന്ന് പറഞ്ഞതാണ്. അന്ന് വ്യക്തമായി യേശുവിനെ സാക്ഷിച്ച് പറഞ്ഞതാണ്. എല്ലാവരും കേൾക്ക പറഞ്ഞതാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാകുന്നു. പിന്നെയും പറഞ്ഞു, കർത്താവ് മറുപടി പറഞ്ഞു, പത്രോസേ, ഇത് നിനക്ക് പറഞ്ഞു തന്നത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. എന്നാൽ ആ പത്രോസ്ലീഹ പോലും തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നു. ഒരിക്കലും സ്വയത്തിൽ ആശ്രയിക്കരുത്, സ്വന്തം ഭക്തിയിൽ ആശ്രയിക്കരുത്. ഞാൻ മറ്റൊന്നും പറയുന്നില്ല, നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തോടുള്ള നന്ദി, എന്നെ ഞാനാക്കിയ ക്രിസ്തുവിനോടുള്ള നന്ദി, എന്നെ വെട്ടിയെടുത്ത പാറ, കുഴിച്ചെടുത്ത കനിഗർഭം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. യേശുവിനെ അറിയാനിടയായി, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കാനിടയായി. ലോകത്തിൽ നമ്മെ ആരെന്തെല്ലാം പറഞ്ഞുകൊള്ളട്ടെ,
ആരെന്ത് പറയുമ്പോഴും നമ്മളുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എന്നുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടെങ്കിൽ ക്രിസ്തു നമ്മെ നയിച്ചുകൊള്ളും. ഒരിടത്തും നമ്മളെ താഴാൻ ദൈവം അനുവദിക്കുകയില്ല. ഒരിടത്തും നമ്മെ എന്തെല്ലാം തകർന്നു പോയെന്ന് ആരെല്ലാം പറഞ്ഞാലും കൈ പിടിച്ച് അങ്ങ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കൈ പിടിച്ച് ഉയർത്തി പാറമേൽ നിർത്തുന്ന ഒരു ജീവനുള്ള ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് നാം പോകുന്നത്. അഭീരുവായിരുന്ന പത്രോസ്ലീഹായെ ധീരനാക്കി തീർത്തവനാണ് ജീവനുള്ള ദൈവം. തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ തള്ളിക്കളഞ്ഞവനല്ല. തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ കൊണ്ട് വളരെ വ്യക്തമായും കർത്താവ് പറയിപ്പിച്ചു. എന്താണ്? നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നിനക്കെന്നോട് പ്രിയമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്ന സാക്ഷാൽ ക്രൂശിലെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. ആ സ്നേഹമാണ് ഇപ്പോൾ നമ്മോട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെല്ലാം ആ സത്യം അറിയുന്നുണ്ട്, ആരെല്ലാം ക്രിസ്തുവിനെ കാണുന്നുണ്ട്, എല്ലാം നിങ്ങൾ മറക്കൂ. എല്ലാം ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഹോളിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ മറന്നുകൊള്ളൂ. യേശു മാത്രം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ക്രിസ്തു മാത്രം, വേറെ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, യേശു മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ യേശു മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എല്ലാം നിങ്ങൾ മറക്കൂ, വേറെ എല്ലാം മറക്കൂ, എല്ലാ സാഹചര്യവും മറക്കൂ. ഇന്ന് നിങ്ങളെ യേശു പേര് ചൊല്ലി വിളിക്കുന്ന ദിവസമാണ്. പേര് ചൊല്ലി വിളിക്കുന്ന ദിവസം. ശീമോനേ ശീമോനേ എന്ന് വിളിച്ച ജീവനുള്ള ക്രിസ്തു, ബർയോന ശീമോനേ എന്ന് വിളിച്ച ജീവനുള്ള ക്രിസ്തു, പത്രോസിന് പേരിട്ട ക്രിസ്തു, കേഫ എന്ന് പേരിട്ട ക്രിസ്തു, ആ ജീവനുള്ള ക്രിസ്തു തന്നെയാണ് അന്ന് പൗലോസ്ലീഹായെ വിളിച്ചത്. പൗലോസ്ലീഹായിട്ടില്ല, ശൗലേ ശൗലേ എന്ന് പേര് ചൊല്ലി വിളിച്ച ജീവനുള്ള ക്രിസ്തു, ശമുവേലേ ശമുവേലേ എന്ന് പേര് ചൊല്ലി വിളിച്ച ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ആ ജീവനുള്ള ദൈവത്തിൻ്റെ അരികിലാണ് നാം വന്നിരിക്കുന്നത്. ആ ദൈവം ഇന്ന് ആണിപ്പാടുള്ള കരം വെച്ച് എല്ലാവരുടെയും തലയിൽ 2 കരവും വെച്ച് അനുഗ്രഹിക്കാനാണ് നിങ്ങളെ ഇങ്ങ് വിളിച്ചു ചേർത്തത്. ഞാനും ആ കരത്തിൻ്റെ താഴേക്ക് താണ് കൊടുക്കുകയാണ്. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകം വേണ്ട, ഞങ്ങൾക്ക് വെള്ളം പോലെ തുളുമ്പുന്നവരാകേണ്ട, ഈ ലോകത്തിൻ്റെ ഇമ്പം വേണ്ട. കർത്താവേ, ഞങ്ങൾ സ്വയത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയില്ല. സ്വയത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ, ഒരു കൂട്ടായ്മയുടെ അനുഭവം ഇല്ലാതെ ജീവിച്ചാൽ, എനിക്ക് യേശുക്രിസ്തുവിൻ്റെ മക്കളും ഒരുമിച്ചുള്ള ആ അനുഭവത്തിൽ ജീവിച്ചില്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഞാൻ ദൂരവേ അനുഗമിക്കും, ഞാൻ തള്ളിപ്പറയേണ്ടി വരും. നാം ഒരുമിച്ച് ഒരു മനസ്സായി കർത്താവ് നമ്മെ നിർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ജീവനുള്ള ക്രിസ്തുവാണ് ഈ കൂട്ടായ്മ തുടങ്ങി തന്നത്. അതുകൊണ്ടാണെന്ന് വ്യക്തമായി കാഴ്ചപ്പാട് തന്നത്. എന്താണ്? ആകെ ഒരേ ഒരു വ്യക്തി മാത്രം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നതുമായ ക്രിസ്തു മാത്രം. നിങ്ങൾ ആ ക്രിസ്തുവിനെ മാത്രം നോക്കൂ. ക്രിസ്തു നമ്മുടെ അരികിൽ വന്നു നിൽക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. യേശു വന്നിരിക്കുകയാണ്. നമ്മുടെ ആവശ്യം എന്താണ്? യേശുവിൻ്റെ ആണിപ്പാടുള്ള കരമൊന്ന് തൊടണം, വേറെ ഒന്നും വേണ്ട. ആ 2 കരമൊന്ന് തൊട്ടാൽ മതി. എൻ്റെ കർത്താവ് തൊട്ടവർക്കൊക്കെയും അവിടുന്ന് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. സൗഖ്യം ആർക്കെല്ലാം വേണം? ആണിപ്പാടുള്ള കരം വന്ന് നിങ്ങളുടെ തലയിലൊന്ന് തൊട്ടാലുണ്ടല്ലോ, ആ തിരുരക്തം പുരണ്ട കരമൊന്ന് തൊട്ടാലുണ്ടല്ലോ, തീയുടെ നിറമുള്ള ആ കരമുണ്ടല്ലോ, ആ രക്തമിറ്റിറ്റ് വീഴുന്ന ആ കരമുണ്ടല്ലോ, അതൊന്ന് തൊട്ടാലുണ്ടല്ലോ, നിന്റെ പ്രശ്നം അലിഞ്ഞു പോകും മകനെ. നിന്റെ ഹാർട്ടിലെ ബ്ലോക്ക് അലിഞ്ഞു പോകും, നിന്റെ കിഡ്നിയിലുള്ള സ്റ്റോൺ അലിഞ്ഞു പോകും. ഇത് ഞങ്ങൾ പറയുന്ന വാക്കുകളല്ല, ജീവനുള്ള ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗം മാറുന്നതിലല്ല. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയില്ലത്രേ. നിങ്ങൾ സന്തോഷിപ്പിനെന്ന് തിരുവചനം പറയുകയാണ്. ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതട്ടെ. കർത്താവ് അതിനായി കൂട്ടി വരുത്തിയിരിക്കുന്ന എല്ലാവരോടും കരുണ കാണിക്കട്ടെ. ഏത് സമയത്തും നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. എല്ലാവരും പ്രാർത്ഥിപ്പീൻ. എൻ്റെ യേശുവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരം എൻ്റെ മേൽ വെക്കണമേ. എൻ്റെ പഴയകാല ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം എനിക്കിന്ന് കഴുകിത്തരണമേ. തിരുരക്തമെന്ന് തൊട്ടാലുണ്ടല്ലോ, ആ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി അങ്ങ് വ്യാപരിച്ചാലുണ്ടല്ലോ, അതെല്ലാം കഴുകി കളയുകയാണ്. ഇപ്പോൾ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആണിപ്പാടുള്ള കരത്തിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്നു. നിങ്ങൾ ആ കാഴ്ച കാണൂ പ്രിയപ്പെട്ടവരെ. അങ്ങ് അരികിലേക്ക് കർത്താവ് അരികിൽ വരികയാണ്. തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുവിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും മുമ്പിൽ വരികയാണ്. എല്ലാവരുടെയും മുമ്പിൽ യേശു വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ
ഇപ്പോൾ പറയാം, യേശുവിനോട് പറയാം, രഹസ്യമായി പറഞ്ഞുകൊള്ളൂ. നമുക്ക് പരസ്യമായി പറയുന്നതിനും നിങ്ങൾ പറയൂ, എൻ്റെ ഇന്ന ആവശ്യം കർത്താവേ, ഞാൻ നീറ്റ് പരീക്ഷ എഴുതി, എനിക്കത് ഒട്ടും ജയിക്കുമെന്നുള്ള ചിന്തയില്ല, എന്നാൽ കർത്താവെ അവിടുന്ന് എന്നെ ജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവെ, നാളുകളായി എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ചില പാപങ്ങളുണ്ട്. പുറമേ പാപങ്ങളൊന്നും അല്ല, പുറമേയുള്ള പാപങ്ങളല്ല. എൻ്റെ ഹൃദയം ദ്രവ്യാഗ്രഹം കൊണ്ട് ദൈവ്യാഗ്രഹം കൊണ്ട് ഇങ്ങനെ അങ്ങ് പറ്റിപ്പിടിച്ച് ഇത്തിക്കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ദ്രവ്യാഗ്രഹം, അതുപോലെ തന്നെ അഴുക്ക് ചിന്തകൾ, മലിന വികാരങ്ങൾ, ഓരോരുത്തരും പറഞ്ഞുകൊള്ളൂ. ഇപ്പോൾ തീ കത്തുന്ന സമയമാണ്, യേശു വന്നിരിക്കുന്ന സമയമാണ്, ആണിപ്പാടുള്ള കരം നീട്ടിയിരിക്കുന്ന സമയമാണ്. തിരുരക്തം നമ്മുടെ മേൽ തളിക്കാനായി അല്ല, ആണിപ്പാടുള്ള കരം അവിടുത്തെ രണ്ട് കരവും നമ്മുടെ തലയിൽ വെക്കുവാനായി കർത്താവ് ആവലോടെ നിൽക്കുകയാണ്. എൻ്റെ കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരെയും കർത്താവേ അവിടുന്ന് തൊടാതെ വിടല്ലേ കർത്താവേ. എല്ലാവരും പ്രാർത്ഥിക്കൂ, എല്ലാവരും അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കൂ. യാചിക്കേണ്ടുന്ന സമയമാണ്. ചതഞ്ഞോടെ ഒടിച്ചു കളയുന്നവനല്ല നമ്മുടെ ദൈവം, പുകയുന്നതിന് കെടുത്തിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സ്നേഹം മാത്രമാണ്. ഇനി ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ കർത്താവ് ചോദിക്കുന്നുള്ളൂ. പറയൂ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയൂ, കർത്താവേ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ പറയൂ, എൻ്റെ കർത്താവേ, ഞാൻ എല്ലാറ്റിനേക്കാളും അധികമായി, എല്ലാവരെക്കാളും അധികമായി എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. എൻ്റെ യേശുവേ, അവിടുന്ന് എന്നോട് മനസ്സലിയണമേ. എൻ്റെ മേൽ അവിടുത്തെ ആണിപ്പാടുള്ള കരം ഇപ്പോൾ തൊടുവിക്കണമേ. എൻ്റെ പഴയകാല പാപങ്ങളെല്ലാം ഇപ്പോൾ തന്നെ കത്തിച്ചു കളയണമേ. സ്വർഗത്തിലെ തീ ഇപ്പോൾ തന്നെ കത്തിക്കണമേ. ആരെല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ? അങ്ങനെ പ്രാർത്ഥിച്ചവര് കണ്ണടച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ മതി. അങ്ങനെയുള്ളവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തൂ. പ്രാർത്ഥിച്ചവർ മാത്രം ഉയർത്തിയാൽ മതി. യേശു നിങ്ങളുടെ കരങ്ങളിൽ പിടിക്കട്ടെ, എല്ലാം കത്തിച്ചു കളയട്ടെ. ആണിപ്പാടുള്ള കരം നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കട്ടെ. യേശു നമ്മളെ എല്ലാവരെയും കഴുകട്ടെ, തിരുരക്തത്താൽ കഴുകട്ടെ. ആരെല്ലാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ആരെല്ലാം യേശു കയ്യിൽ തൊട്ടു എന്ന് വിശ്വസിക്കുന്നു, കർത്താവേ അവരുടെ എല്ലാവരുടെയും പാപം അവിടുന്ന് കഴുകിക്കളയണമേ. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ഇനി ഞങ്ങൾ കൂടി കണ്ടില്ലെങ്കിലും കർത്താവേ, ആ സ്വർഗീയ യെരൂശലേം പുരിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ, കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഞങ്ങളുടെ നിത്യത ഞങ്ങൾക്ക് ചെലവാക്കുവാൻ ഭാഗ്യം നൽകണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ. കരങ്ങളെ താഴ്ത്തിയിടൂ. കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ജീവനുള്ള ദൈവമേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണം ഞങ്ങൾക്കൊരു യോഗ്യതയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ അരികിലേക്ക് കൂടെ കൂടെ വരുവാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് നിങ്ങൾ അറിയുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തുതി. അവിടുന്ന് ഞങ്ങളുടെ ആ ബന്ധനങ്ങൾ അഴിച്ചതിനായി സ്തുതി. അനേക രോഗങ്ങൾ അവിടുന്ന് മാറ്റിയതിനായി സ്തുതി. അനേകര പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതിനായി സ്തുതി. കർത്താവേ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.